വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി വി എൻ വാസവൻ തന്നെ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ വി എൻ വാസവൻ, വിഴിഞ്ഞം തുറമുഖത്തുണ്ടായ സംഭവം അത് വലിയ പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു കല്ല് തെറിച്ച് വീണ് ഒരു കുട്ടി മരിക്കുന്നത് എന്ന ചോദ്യം ന്യായമായും അവരോട് ഉയർത്തും. വേണ്ട സുരക്ഷാ സംവിധാനങ്ങളൊക്കെ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ അമിതവേഗം ഒഴിവാക്കുന്നതിനുമൊക്കെ ഒരു നടപടി അതൊന്നും ഉണ്ടാകാതെ പോകുന്നത്? ഉണ്ടായ സംഭവം വളരെ നിർഭാഗ്യകരമാണ്, വേദനാജനകവുമാണ്. കുട്ടിയുടെ മരണത്തിൽ നമുക്കെല്ലാം വിഷമവും വേദനയും ദുഃഖവും. ആ വിഷമവും ദുഃഖവും അവരുടെ കുടുംബങ്ങളെ ഞങ്ങൾ അറിയിക്കുകയും ചെയ്തു. ഇനി തുടർന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിയന്തരമായി കളക്ടറോട് ആ വിഷയം സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് ആ വിഷയത്തിൽ നിശ്ചയമായും ആ കുടുംബത്തോടൊപ്പം ഗവൺമെന്റും അതുപോലെ ഈ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന എല്ലാ ഭരണയന്ത്രവും ഉണ്ടാവും. ആ കുടുംബത്തെ അവരുടെ എല്ലാ അർത്ഥത്തിലും അവർക്കുണ്ടായ വിഷമം പരിഹരിക്കാൻ ആവശ്യമായ കാര്യങ്ങളിൽ ഇടപെടും. അത് സംബന്ധിച്ച് അടിയന്തരമായി കളക്ടറോട് റിപ്പോർട്ട് തരാനും നാളെ മീറ്റിംഗ് വിളിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയും. ശ്രീ വി എൻ വാസവൻ, അനന്തുവിന്റെ മരണത്തിൽ അവിടെ ഇപ്പോൾ രാഷ്ട്രീയമായി തന്നെ പ്രതിഷേധം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണല്ലോ നമ്മൾ കാണുന്നത്. അങ്ങേക്കും അറിയാമല്ലോ, തെരഞ്ഞെടുപ്പ് കാലമാണ്, ഓരോ സംഭവവും വലിയ പ്രതിഷേധത്തിലേക്ക് പോകും. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന രീതിയിൽ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? അത് നിശ്ചയമായും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകളും ജാഗ്രതയും ക്രമീകരണങ്ങളും എല്ലാം ഉണ്ടാക്കും. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം രാഷ്ട്രീയവൽക്കരിക്കുന്ന ചില കൂട്ടരുടെ നീക്കം നിർഭാഗ്യകരമാണ്. ഇത്തരം വിഷയങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുകയല്ല വേണ്ടത്. യഥാർത്ഥത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ നടപടിയും ഉണ്ടാകും നമ്മൾ അറിയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ കളക്ടർ നാളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടിയുടെ മരണമുണ്ടായ സാഹചര്യത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നേരത്തെയും പരാതി നൽകിയിട്ടുണ്ട് എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ പരാതി ഉണ്ടായിട്ടും അതിൽ ഇടപെടാതെ പോയ ഒരു വീഴ്ചയുണ്ടെങ്കിൽ അതും പരിശോധിക്കേണ്ടതല്ലേ ശ്രീ വി എൻ വാസവൻ? എന്തായിരുന്നാലും ഉണ്ടായ സംഭവം പരിശോധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിലെല്ലാം പെടുമല്ലോ, കാര്യങ്ങൾ വ്യക്തമല്ലേ? എല്ലാ വശങ്ങളും പരിശോധിച്ച് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. മന്ത്രി വി എൻ വാസവനാണ് റിപ്പോർട്ടറിനോട് പ്രതികരിച്ചത്. വിഴിഞ്ഞത്ത് മരിച്ച അനന്തുവിന്റെ മരണം അത് വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ഇടപെടും. കളക്ടർ ഇപ്പോൾ യോഗം വിളിച്ചിട്ടുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ. അതിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങൾ അതിനെ ആവർത്തിക്കാതിരിക്കാനായുള്ള സംവിധാനമാണ് വേണ്ടത്. ഒരു കല്ല് തെറിച്ച് വീണ് ഒരു കുട്ടി മരിച്ചു, അതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം.